അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാരഥി ഇതായി എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ അഭിവാദ്യം ചെയ്യാൻ ഒറ്റക്കെട്ടായി എല്ലാവരും കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, വളരെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രിയങ്കാജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മറ്റു ഒരു ഔപചാരികതയും ഇല്ലാതെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. I am proudly and very respectfully invite and welcome the Priyankaji to this auspicious occasion. Please, ma'am. എല്ലാവർക്കും നമസ്കാരം. My respected colleagues from the UDF, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എൻ്റെ ബഹുമാന്യരായ സഹപ്രവർത്തകരെ, dearest brothers and sisters, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, firstly I would like to thank you for being here today. ഇന്ന് ഈ യോഗത്തിന് വന്നതിന് ആദ്യമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. And for giving me so much love and affection. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I have been traveling through the Lok Sabha constituency now for many days. ഇന്നിപ്പോ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I thought when I started I should be reaching out to as many of you as possible. എൻ്റെ ഇവിടുത്തെ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റുന്നിടത്തോളം നിങ്ങളിലേക്ക് എനിക്ക് എത്തിച്ചേരണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. But it is you who have been reaching out to me. ഞാൻ ചിന്തിച്ചത് ഞാൻ നിങ്ങളിലേക്ക് വരണമെന്നാണ്. പക്ഷെ നിങ്ങളാണിപ്പോ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. Wherever I go, you are waiting for me with your beautiful smiles, hugs, kisses. ഞാൻ എവിടെ പോകുമ്പോഴും മനോഹരങ്ങളായ പുഞ്ചിരികളോടുകൂടി നിങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ തന്നുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. You're welcoming me into your homes, into your hearts, like a member of your own family. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീടുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യുകയാണ്. I know that you have treated Rahul just like a brother and a son. എനിക്കറിയാം നിങ്ങൾ രാഹുലിനെ സ്വന്തം സഹോദരനായിട്ട്, മകനായിട്ടാണ് നിങ്ങൾ കണ്ടതെന്ന് എനിക്കറിയാം. For him you are family. അദ്ദേഹത്തിന് നിങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. And he felt very sad moving from here, leaving Wayanad. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോവാൻ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായിരുന്നു. I think he is happy that I am here. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പൊ സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇവിടെയുണ്ട്. More than anything else, because he knows that I understand how much he respects the love you give him. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സന്തോഷമുണ്ടെന്ന് അറിയാമോ? അദ്ദേഹത്തിന് അറിയാം ഞാൻ നിങ്ങൾ നൽകുന്ന സ്നേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. You stood by my brother at a very difficult time in his life. എൻ്റെ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നവരാണ്. When the whole world was turning their backs on him, it was you, my sisters and brothers, who gave him the courage, who gave him the strength to walk from Kanyakumari to Kashmir in the name of love and unity and peace. ലോകം മുഴുവൻ അദ്ദേഹത്തിന് പുറംതിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളാണ്, എൻ്റെ സഹോദരി സഹോദരന്മാരായ നിങ്ങളാണ് കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാൻ, ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും സാഹോദര്യത്തിനും സ്നേഹത്തിനും വേണ്ടി നടക്കാൻ എൻ്റെ സഹോദരന് വേണ്ട ധൈര്യം നൽകിയത്. It is very difficult for anybody, no matter how courageous they are, no matter how strong they are, to face the kind of attack that was mounted on my brother for the last 10 years. എത്ര ധൈര്യമുള്ള ഒരാളായിക്കൊള്ളട്ടെ, പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് പോലും എത്രമാത്രം ആക്രമണമാണോ കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ സഹോദരൻ നേരിട്ടത്, അങ്ങനെ ഒരു ആക്രമണം നേരിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. It takes true bravery and true belief to be able to fight a machinery like the machinery of the BJP. ബിജെപിയുടേതുപോലെയുള്ള ഒരു വലിയ സംവിധാനത്തെ എതിർത്ത് നിൽക്കണമെങ്കിൽ യഥാർത്ഥമായ കരുത്ത് നിങ്ങൾക്ക് വേണം, യഥാർത്ഥമായ വിശ്വാസം നിങ്ങൾക്ക് വേണം. I am proud to say
that my brother has never compromised with his ideals. He has never bowed down before them. He has fought hard even if he had to fight alone against their policies and for the constitution of our nation, for India. എനിക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഞാൻ അതിനെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം നിങ്ങളുടെ പിന്തുണയില്ലാതെ അദ്ദേഹത്തിന്, എന്റെ സഹോദരൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ പോരാട്ടം തുടരാൻ സാധിക്കുമായിരുന്നില്ല. You have a rich and powerful history of fighting for what is right. എന്താണോ ശരി അതിനു വേണ്ടി പോരാടുന്ന സമ്പന്നമായ ശക്തമായ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. Your ancestors fought for the freedom of India. നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. When you saw my brothers fight, you understood that he is fighting for you. He is fighting for the truth, and you stood by him. എന്റെ സഹോദരന്റെ പോരാട്ടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, അദ്ദേഹം ശരിയായതിനു വേണ്ടിയാണ് പോരാടുന്നത്. ഇത് മനസ്സിലാക്കി നിങ്ങൾ എന്റെ സഹോദരന്റെ ഒപ്പം നിന്നു. And in every corner of this Lok Sabha, wherever I go, I see Hindus, Muslims, Christians standing together like sisters and brothers in friendship when they are welcoming me. നിങ്ങൾക്കറിയാമോ, ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഞാൻ പോയാലും ഞാൻ അവിടെ കാണുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സഹോദരരെ പോലെ സഹോദരന്മാരെ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നെ സ്വാഗതം ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. You should be very, very proud of yourselves today. ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനം ഉണ്ടാവണം. Because the politics of Narendra Modi ji and the BJP has been a politics that has tried to spread division amongst people. കാരണം നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ്. All across our nation, they have tried their best to spread mistrust, fear, anger amongst communities. സമൂഹങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ ഭയം, വിശ്വാസമില്ലായ്മ, ദേഷ്യം ഇതൊക്കെ വളർത്താൻ, ഈ രാജ്യം മുഴുവൻ വളർത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. But your spirit has stood strong in the name of your nation, in the name of your traditions and your culture, and you have been untouched by this negativity. പക്ഷേ ഇത് ഈ രാജ്യത്ത് മുഴുവൻ പടരുമ്പോൾ നിങ്ങളുടെ സംസ്കാരത്തിന്റെ പേരിൽ, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ, നിങ്ങളുടെ ആന്തരിക ചൈതന്യത്തിന്റെ പേരിൽ ഈ വയനാട്ടിലെ ഇവിടുത്തെ ജനങ്ങൾ ഈ രാജ്യത്ത് പടരുന്ന ഈ നിഷേധാത്മകതയിൽ നെഗറ്റീവായ കാര്യങ്ങൾ തൊടാതെ നിൽക്കുകയാണ്. അത് നിങ്ങളെ ബാധിച്ചിട്ടേയില്ല. And I with my own eyes have seen this spirit of yours. ഞാൻ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കരുത്ത് ചൈതന്യം എത്രമാത്രമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. Recently when there was a terrible landslide, അടുത്ത കാലത്ത് ഇവിടെ വലിയ ദാരുണമായ ഒരു മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. and there was unimaginable devastation. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാശമാണ് അവിടെ നടന്നത്. I came here with my brother. ഞാൻ എന്റെ സഹോദരന്റെ കൂടെ ഇവിടെ വന്നു. I met little children who had lost their entire families. കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കണ്ടു. I remember losing my father when I was 19 years old. അത് കണ്ടപ്പോ 19 വയസ്സുള്ള സമയത്ത് എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ ഓർത്തു. It took me years and years to be able to get over that loss. എന്റെ അച്ഛനെ നഷ്ടപ്പെട്ട ആ നഷ്ടത്തോട് പൊരുത്തപ്പെടാൻ വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ ഞാൻ എടുത്തു. When I saw these little children and I thought they have not lost not one member but every single member of their family, I could not even imagine how much pain they must be feeling. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് കുടുംബത്തിലെ ഒരാളെ മാത്രമല്ല നഷ്ടപ്പെട്ടത്, അവർക്ക് കുടുംബത്തിലെ എല്ലാ മനുഷ്യരെയാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് എത്രമാത്രം വേദന ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. I saw old ladies left with nobody to take care of them. അവരെ നോക്കാൻ ആരും ഇല്ലാതെ പ്രായമായ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോയത് ഞാൻ കണ്ടു. Met people whose whole livelihoods had been washed away, whose homes had been drowned by the water and the mud. വെള്ളത്തിലും വെള്ളവും മണ്ണും വന്നപ്പോൾ സ്വന്തം കുടുംബങ്ങളെ, വീടുകളെല്ലാം നഷ്ടപ്പെട്ടവരെ, ജോലി ചെയ്യാനുള്ള ജീവനോപാധി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ഞാൻ കണ്ടു. But what deeply struck me was the way in which all of you came together to help each other.
പക്ഷെ എൻ്റെ മനസ്സിലെ ആഴത്തിൽ സ്പർശിച്ചത് എന്താണെന്ന് അറിയുമോ? ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും പരസ്പരം സഹായിക്കാനായി ഒരുമിച്ച് വന്നതെന്നാണ്. And I know that many of you from here, from Neelambur, where the bodies were washed to, volunteered, you helped, you did all you could to help your sisters and brothers. എനിക്കറിയാം, ഇവിടെ ഈ പുഴയിൽ ഒരുപാട് മൃതശരീരങ്ങൾ ഒഴുകി വന്നപ്പോൾ നിലമ്പൂരുള്ള ഒരുപാട് പേരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി എന്തുമാത്രം പ്രവർത്തിച്ചു എന്ന് എനിക്കറിയാം. And this unity, this ability to help each other, this feeling for our brothers and sisters when they are in trouble, when they are in distress, this is what India was built upon. നിങ്ങൾക്കറിയാമോ, ഈ ഐക്യത്തിന്റെ തോന്നൽ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോൾ അവരെ സഹായിക്കാനുള്ള നമ്മുടെ മാനസിക അവസ്ഥ, ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയിട്ടുള്ളത്. These are the true values of our nation. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ മൂല്യങ്ങളാണ്. We don't ask whether you are Hindus, Muslims, Christians, what caste you are from, because you are Indian and you are Indian first. And that means that we are all brothers and sisters in distress, in happiness, in tragedy and in joy. അത് മാത്രമല്ല, നമ്മൾ ആരോടും ചോദിക്കുന്നില്ല നിങ്ങൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്ന്. നമ്മൾ ആരോടും നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിക്കുന്നില്ല. നമ്മൾ എല്ലാവരും പ്രാഥമികമായി ഒന്നാമതായി ഇന്ത്യക്കാരാണ്. നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ ദുരിതങ്ങളിലും എല്ലാ ദുരന്തങ്ങളിലും നമ്മൾ ഒന്നാമതായി എല്ലാവരും ഇന്ത്യക്കാരാണ്. And so I am proud and I am honored to be standing here as the UDF candidate today, to be accepted as part of your family and part of your community. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. എനിക്കിതിനെ ആദരവായിട്ട് കണക്കാക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഒരു കുടുംബാംഗമായി നിങ്ങൾ അംഗീകരിക്കുന്നതും ഞാനൊരു ആദരവായി കാണുന്നു. And as I have been traveling through the constituency, I have slowly been understanding, listening and seeing what problems really affect you and what are the things that really truly matter to you. ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ സഞ്ചരിക്കുകയും ആളുകളോട് സംസാരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ പതുക്കെ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി വരികയാണ്. And having traveled everywhere, I can see that your daily life is still a struggle. എനിക്ക് ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. The kind of politics we have seen in the last 10 years in our country is a politics that ignores your troubles, ignores your concerns, ignores your development and focuses on divisiveness so that it can stay in power at all costs. കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അവഗണിക്കുന്ന, മറിച്ച് അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. Unemployment today is at an all-time high. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എല്ലാ കാലത്തെക്കാളും ഉയർന്നതാണ് ഇന്ന്. You struggle, you work hard, you take loans to educate your children. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്, നിങ്ങൾ ബുദ്ധിമുട്ടി, നിങ്ങൾ വായ്പ എടുത്താണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. But once they are educated, you find that it's almost impossible for them to get jobs. പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കുട്ടികൾക്ക് ജോലി കിട്ടുക എന്നത് അസാധ്യമാണ്, അത് സാധിക്കുകയില്ല എന്ന് മനസ്സിലാവും. Many of them have to leave and migrate to other countries, far away from their families, just for employment. അവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ കുട്ടികൾക്ക് ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് അവർക്ക് കുടിയേറ്റം നടത്തേണ്ടി വരും, കുടുംബങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. Prices have risen so much that it has become impossible, no matter how many family members are earning, to actually move forward. വിലക്കയറ്റം ഇത്രമാത്രം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ എത്ര പേർ ജോലി ചെയ്താലും മുൻപോട്ട് പോകുക എന്നത് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. Someone is unwell, or school fees have to be paid, or there is damage due to rain, and you have to pay for some work in your houses, and it becomes suddenly impossible. വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ല, അതുപോലെ കുഞ്ഞുങ്ങൾക്ക്
സ്കൂൾ ഫീസ് കൊടുക്കണം, അതുപോലെ മഴ കൊണ്ട് എന്തെങ്കിലും നാശം ഉണ്ടായിട്ട് നിങ്ങൾക്ക് പൈസ വേണം, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് പൈസ വേണം. ഇതൊക്കെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. And it's not easy. ഇതൊട്ടും എളുപ്പമല്ല. I see my sisters here. I know you carry the greatest burden on your shoulders. എൻ്റെ സഹോദരിമാരെ ഞാൻ ഇവിടെ കാണുന്നു. എനിക്കറിയാം നിങ്ങളുടെ ചുമലുകളിൽ എത്ര ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നതെന്ന് എനിക്കറിയാം. My brothers, they work, they come home. When they come home, they can rest. അവിടെയുള്ള എൻ്റെ സഹോദരന്മാരെ പുറത്തു പോയി ജോലി ചെയ്യും, തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവർക്ക് നന്നായിട്ട് വിശ്രമിക്കാൻ പറ്റും. But we women never rest. പക്ഷേ നമ്മൾ സ്ത്രീകള് നമുക്ക് ഒരിക്കലും വിശ്രമിക്കാനേ പറ്റില്ല. It doesn't matter what families we belong to. Believe me, there's never any rest for us. നിങ്ങൾ ഏത് കുടുംബത്തിൽ വന്ന ആളായാലും നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുക, നമുക്ക് റെസ്റ്റ് എടുക്കാനേ വിശ്രമിക്കാനേ നമ്മളെ കൊണ്ട് പറ്റില്ല. We may work the whole day, but we will come back, check if our children have eaten, check who is ill in the family, do they need to be looked after, has everybody eaten well, has everybody's problems been resolved. Then when everybody goes to sleep, that's when we go to sleep. നമ്മൾ പകല് മുഴുവൻ ജോലി ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചു വരും, വീട്ടിൽ തിരിച്ചു വന്നിട്ട് രാത്രിയിൽ വീട്ടിൽ എല്ലാവരും കഴിച്ചോ, ആർക്കെങ്കിലും അസുഖമുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മളെല്ലാം അന്വേഷിച്ചു. എന്നിട്ട് എല്ലാവർക്കും ആർക്കും പ്രശ്നമില്ലെന്ന് ഉറപ്പായി എല്ലാവരും ഉറങ്ങിയിട്ടല്ലേ നമ്മൾ ഉറങ്ങാൻ പോകുന്നത്, അങ്ങനെയല്ലേ? And we worry. We carry the worry for everybody. അത് മാത്രല്ല നമ്മൾ വിഷമിക്കും, അവരെ കുറിച്ച് എല്ലാം വിഷമിച്ച് ആ വിഷമം കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. Yesterday I was on the road for 12 hours. I started 8:30 in the morning. I reached back 8:30 in the evening. ഇന്നലെ ഞാൻ 12 മണിക്കൂർ റോഡിൽ യാത്ര ചെയ്യായിരുന്നു. രാവിലെ 8:30 ഇറങ്ങിയിട്ട് രാത്രി 8:30 തിരിച്ച് മുറിയിലെത്തിയത്. When I reached back, I called my daughter who is studying abroad. ഞാൻ വീട്ടിലെ മുറിയിലെത്തിയ ഉടനെ എന്താ അറിയോ, വിദേശത്ത് പഠിക്കുന്ന എൻ്റെ മകളെ ഞാൻ ഫോൺ വിളിച്ചു. She has exams. She was stressed. She was worried. She was crying. And so after that, when I put the phone, I was worrying. And I was stressed. And I couldn't sleep. നിങ്ങൾക്കറിയോ, ഇന്നലെ രാത്രി പോയി എൻ്റെ മോളെ വിളിച്ചപ്പോൾ മോക്ക് പരീക്ഷയാണ്, മോക്ക് പരീക്ഷയുടെ ടെൻഷനാണ്, മോള് കരയായിരുന്നു. മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും കരച്ചിൽ വന്നു, എനിക്കും സങ്കടം വന്നു, എനിക്കും ടെൻഷനായി. ഞാനും ഇന്നലെ ഉറങ്ങിയില്ല നേരെ. So we are women. അതാണ്, നമ്മൾ സ്ത്രീകളാണ്. We carry the responsibility. We carry pain in our hearts for everybody in our family. All these difficulties of price rise, unemployment, lack of education, lack of access to healthcare and good educational institutions. We are the ones who carry the most burden of it. Especially you, my sisters. നിങ്ങളുടെ സഹോദരിമാരെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാവരെയും പറ്റിയുള്ള ചിന്ത, വിഷമം നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ജോലിയില്ല, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ആരോഗ്യ സംവിധാനങ്ങളില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ അതിൻ്റെ ഒക്കെ വിഷമം മറ്റാരേക്കാളും കൂടുതൽ നമ്മളെയല്ലേ സഹോദരിമാരെ ബാധിക്കുന്നത്. And here many of you are suffering from very basic problems also. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ഒരുപാട് പേര് വളരെയധികം അടിസ്ഥാന പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട്. You need better healthcare facilities. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഇവിടെ വേണം. More higher education institutions here. കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ വേണം. A lot of other issues like the delay in your social security pension. നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ താമസിക്കുന്നു, അത് മറ്റൊരു പ്രശ്നമാണ്. Those who are poorest of the poor who used to benefit from the Manrega scheme, less jobs are available there and lower wages for them. തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് ഗുണമുണ്ടായ ആ പദ്ധതിയിൽ ഇപ്പൊ ജോലി കിട്ടുന്നത് കുറവാണ്. അവിടെ കൂടുതൽ കൂലി നൽകേണ്ട, ശമ്പളം നൽകേണ്ട ആവശ്യമുണ്ട്. 2 days ago I went to visit some farmers. 2 ദിവസം മുമ്പ് ഞാൻ കുറച്ച് കർഷകരെ സന്ദർശിക്കാൻ പോയി. And they explained to me how many problems they are facing. അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരെനിക്ക് വിശദീകരിച്ചു തന്നു. Not getting the right price for their crops. അവരുടെ വിളകൾക്ക് അവർക്ക് കൃത്യമായ ന്യായമായ വില ലഭിക്കുന്നില്ല. One of them told me, these peacocks which you all think are so beautiful, for us they're a menace. They come, they eat up all our fruit. The animals come, they destroy our crop. അവിടെ ഒരാൾ പറയായിരുന്നു, മയിലുകളെ കാണുമ്പോൾ നിങ്ങൾ പറയും വളരെ മനോഹരമാണ്, പക്ഷെ ഞങ്ങൾക്ക് വലിയ ശല്യമാണ്. അവർ വന്നിട്ട് ഞങ്ങളുടെ വിളകളെല്ലാം നശിപ്പിക്കും, പഴങ്ങളെല്ലാം നശിപ്പിക്കും, അവർ പറയുകയായിരുന്നു. And he said we could face all these difficulties if we had the proper kind of support. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടാൻ സാധിക്കും, നിങ്ങൾക്ക് കൃത്യമായ പിന്തുണ കിട്ടിയാൽ. But today we don't get compensation for our damaged crops.
We pay insurance, but something happens. We don't get the compensation money. നിങ്ങൾക്ക് വിളനാശം സംഭവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. നിങ്ങളുടെ വിളകൾക്ക് നിങ്ങൾ ഇൻഷുറൻസിന് പൈസ നൽകുന്നു, പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. We don't get the right price, not for rubber, not for coconut, not for areca nut. ഇതിപ്പോ അടയ്ക്കാണെങ്കിലും നാളികേരത്തിനാണെങ്കിലും റബ്ബറിനാണെങ്കിലും നിങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. We get into a situation where we are forced to take loans. അതായത് നിങ്ങൾ കടമെടുക്കാൻ വായ്പ എടുക്കാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. One of them had a loan of 8 lakhs on his head. ഞാൻ നേരത്തെ കണ്ട കർഷകരിൽ ഒരാൾക്ക് 8 ലക്ഷം രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നത്. And no support from the government. ഗവൺമെന്റിൽ നിന്ന് യാതൊരു പിന്തുണയും അവർക്ക് കിട്ടുന്നില്ല. And I see your spices, I see your crops, I see how beautiful they are. I come from Delhi, I buy one piece of cinnamon, no smell, no scent, no color. I come here, I see your cinnamon is so scented, it's so beautiful. You boil it, the water becomes pink. നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളും വിളകളും ഒക്കെ എന്ത് മനോഹരമായിട്ടുള്ളതാണ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് കറുവപ്പട്ട വാങ്ങിച്ച് ഞാൻ തിളപ്പിക്കുമ്പോൾ അതിന് മണവും ഇല്ല, അതിന് കളറും ഇല്ല. പക്ഷെ ഇവിടുന്ന് നിങ്ങളുടെ കറുവപ്പട്ട വാങ്ങിച്ച് തിളപ്പിക്കുമ്പോൾ അതിന് എന്ത് മണമാണ്, എന്ത് കളറാണുള്ളത്. So I think, imagine if these beautiful crops that you grow over here, all the coffee, tea, areca, banana, all the beautiful spices that you grow over here, which have such good quality, if they got the right kind of marketing, right kind of food processing, packaging, storage, then how amazing could it be? It could go all over the world. Everybody would know that these are the spices of Wayanad. They are almost the best in the world. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് മെച്ചപ്പെട്ട നിങ്ങൾ ഇവിടെ വളർത്തുന്ന കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, അങ്ങനെയുള്ള കറുവപ്പട്ട, ഇങ്ങനെയുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് മെച്ചപ്പെട്ട പാക്കേജിംഗ് സംവിധാനമുണ്ട്, മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സംവിധാനമുണ്ട്. നിങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ലോകം മുഴുവനുള്ള ആളുകൾ പറയും വയനാട്ടിലെ ഈ ഉൽപ്പന്നങ്ങൾക്ക് എന്തുമാത്രം ഗുണമേന്മയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് എത്ര നന്നായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. And I feel the same about the potential of tourism here. അതുപോലെ തന്നെ ഇവിടുത്തെ വിനോദസഞ്ചാരത്തിനും അത്രമാത്രം സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. So much natural beauty. ഇവിടെ ഒരുപാട് പ്രകൃതി സൗന്ദര്യമാണുള്ളത്. You could explore eco-tourism, spiritual tourism, and of course with all the natural resources, just tourism to see these naturally beautiful hills and forests. ഇവിടെ പ്രകൃതി സൗന്ദര്യം അത് കാണുന്നതിന് വേണ്ടി, ഇവിടുത്തെ മനോഹരമായ വനങ്ങളും കുന്നുകളും ഒക്കെ കാണുന്നതിന് വേണ്ടി നമുക്ക് വിനോദസഞ്ചാരം വികസിപ്പിക്കാം. അതുപോലെ തന്നെ പരിസ്ഥിതി ടൂറിസം, അതുപോലെ തന്നെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, ഇതൊക്കെ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിക്കും. Yesterday I felt so proud. I went to the house, the homestay of a young lady. ഇന്നലെ എനിക്ക് വളരെയധികം അഭിമാനമുണ്ടായി. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ നടത്തുന്ന ഹോം സ്റ്റേയിൽ ഞാൻ ഇന്നലെ പോയി. And she runs it herself. ആ സ്ത്രീ തന്നെയാണ് അത് നടത്തുന്നത്. It was so clean, so beautifully kept. I felt proud of her. അത് വളരെയധികം വൃത്തിയുള്ള മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അത് കണ്ടപ്പോൾ ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി. But she also told me that since the landslide, tourism has gone down so much. She has not had a single person staying for 3 months. ആ സ്ത്രീ എന്നോട് പറഞ്ഞത് എന്താ, ഇവിടെ ഉരുൾപൊട്ടൽ നടന്നു, മണ്ണിടിച്ചിൽ നടന്ന ശേഷം ഒരാൾ പോലും ആ ഹോം സ്റ്റേയിൽ താമസിക്കാൻ വന്നിട്ടില്ല. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് ആ സ്ത്രീ പറഞ്ഞു. She has to repay her loan. She has to pay her salaries to those who work for her. She has to pay the education for her daughter. അവർക്ക് അവരെടുത്ത കടം തിരിച്ചടയ്ക്കണം. അവിടെ ജോലിക്കാരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കണം. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചെലവാക്കണം. And it makes me realize that so many of you run homestays, which are the backbone of your economy over here. You run small businesses, small shops like the ones I see over here. You need extra support. എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് പറയാവുന്ന ഹോം സ്റ്റേകൾ നിങ്ങൾ ഒരുപാട് പേര് നടത്തുന്നുണ്ട്. അതുപോലെ ഇവിടെ കാണുന്നത് പോലെയുള്ള ചെറുകിട കച്ചവടങ്ങളും നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ശക്തമായ സഹായത്തിന്റെയും പിന്തുണയുടെയും ആവശ്യമുണ്ട്. If there is a natural disaster, you suffer. When corona happens, you suffer. So especially you need to be supported. But what does the Modi government do? They give you GST, extra taxes on everything, even on the rent that you receive or pay. And you become
it becomes impossible for you to earn any money when you are doing a small business. നിങ്ങൾക്കറിയാം, ഒരു ചെറുകിട കച്ചവടം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, കൊറോണ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷെ നിങ്ങൾക്ക് പിന്തുണ നൽകാൻ എന്താണ് മോദി ഗവൺമെന്റ് ചെയ്യുന്നത്? അവർ നിങ്ങൾക്ക് GST കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി. അതുമാത്രമല്ല, നിങ്ങളുടെ വാടകയിൽ പോലും GST കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ വ്യവസായികൾക്ക് കാര്യങ്ങൾ ഇവിടെ. You have so much talent, young boys and girls who play soccer so well. I see them all over the area. ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഒരുപാട് കഴിവുണ്ട്. ഞാൻ ഇവിടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഫുട്ബോൾ കളിക്കുന്ന ചെറിയ ആൺകുട്ടികളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. They should be having the best coaching programs, coaching camps, stadium facilities, best facilities to be able to show their talent to the whole world and to compete with the rest of the world. തങ്ങളുടെ കഴിവ് ഈ ലോകം മുഴുവൻ കാണിക്കാൻ, ഈ ലോകത്ത് മുഴുവനുള്ളവരോട് മത്സരിക്കാൻ വേണ്ട മെച്ചപ്പെട്ട സ്റ്റേഡിയങ്ങളും മെച്ചപ്പെട്ട കോച്ചിങ് ക്യാമ്പുകളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാവണം. So we need to fight for all these things. ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പൊരുതണം, പോരാടണം. Because today the kind of governments we have, they are not interested in your progress and your development. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റുകൾ നിങ്ങളുടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിയിലും വികസനത്തിലും യാതൊരു താല്പര്യവുമുള്ള ഗവൺമെന്റുകളല്ല. So you need somebody to voice your demands. നിങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്താൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും വേണം. To tell them that it is not right that in this day and age there are tribal populations here in Wayanad which are still don't have access to good education and health care. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ലഭ്യമല്ലാത്ത ആദിവാസി സമൂഹങ്ങൾ ഇന്നും ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടെന്നുള്ളത് ഇത് ശരിയായ ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് അവരോട് പറയണം. To put pressure on them to resolve your issues, to support you so that you can build a brighter future for yourselves. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങൾക്ക് പിന്തുണ ഉണ്ടാവാൻ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാകാൻ ഇവിടുത്തെ ഗവൺമെന്റുകളിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണം. So that your potential can be maximized, so that your children can see a bright future ahead, so that the farmers of Wayanad Lok Sabha don't feel that there is no future left in farming, that they have full support from the government and the policies of the government. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ മുഴുവൻ സാധ്യതകളും നമ്മൾക്കത് പരമാവധി വളർത്തണം. നിങ്ങൾക്ക് ഇവിടുത്തെ കർഷകർക്ക് അവർക്ക് ഗവൺമെന്റിന്റെ യാതൊരു പിന്തുണയും ഇല്ലെന്ന് തോന്നാത്ത ഒരവസ്ഥ ഉണ്ടാകണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പൊരുതണം. So it is up to you, my sisters and brothers, to decide your own future. നിങ്ങളുടെ സ്വന്തം ഭാവി തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം എന്റെ സഹോദരി സഹോദരന്മാരെ അത് നിങ്ങളുടേതാണ്. Our constitution has given you the greatest power in our country. നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അധികാരം നൽകിയിട്ടുണ്ട്. And that power is your vote. ആ അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടാണ്. You must use it wisely. അത് നിങ്ങളുടെ വോട്ട് നിങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കണം. You must use it intelligently. അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ ഉപയോഗിക്കണം. You must choose those who can stand up for you through thick and thin, those who can fight for you, those who can voice your demands on every single platform, whether it's parliament, whether it's on the streets or any other platform. നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും ഏത് വേദിയിലും ഉയർത്താൻ പറ്റുന്ന, നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ പറ്റുന്ന, അത് തെരുവിലിറങ്ങിയാലും നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ പറ്റുന്നവർക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. You have already shown the whole of India what a true bond between a leader and the people should be like. ഒരു നേതാവും ആ നേതാവിന്റെ ജനങ്ങളും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്തായിരിക്കണമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. The relationship you have built with my brother is a relationship of love, of honesty, of trust and of loyalty. നിങ്ങൾ എൻ്റെ സഹോദരനുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബന്ധം സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ്, വിശ്വാസത്തിൻ്റെ ഒരു ബന്ധമാണ്, വിശ്വസ്തതയുടെ ഒരു ബന്ധമാണ്, സത്യസന്ധതയുടെ ഒരു ബന്ധമാണ്. You have shown that you will choose leaders who respect you. നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ബഹുമാനിക്കുന്ന നേതാക്കളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. Who are true to you. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറുന്നവര്.
and who will fight for you against all odds. എല്ലാ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നേതാക്കളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. So as I said to you, it is a great honor for me to be here as the UDF candidate in this election. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവാണ്. For me, each one of you is a responsibility. Each one of you is a duty. Each one of you means that just like I look after my children, just like I worry about them, just like I can't sleep at night if they are upset, that is what I feel for you. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത്, ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കടമയാണ്. എങ്ങനെയാണോ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ വിഷമിക്കുന്നത്, എങ്ങനെയാണോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്, അതുപോലെയാണ് നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മനസ്സിൽ തോന്നുന്നത്. Because I realize the generosity with which you have opened your hearts to me. കാരണം എത്ര ഔദാര്യത്തോടുകൂടി വിശാലമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു തന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. The kindness that you have shown to my brother. എൻ്റെ സഹോദരനോട് നിങ്ങൾ എത്രമാത്രം ദയ കാട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. And for me, this is bigger than anything I could get. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട ഒന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. So you have already given me much more than I could ask for. എനിക്ക് ഞാൻ ചോദിക്കാവുന്നതിനപ്പുറം ഇപ്പൊ തന്നെ നിങ്ങൾ നൽകിയിട്ടുണ്ട്. Give me a chance now to give back to you. ഇപ്പോ നിങ്ങൾ എനിക്ക് ഒരുപാട് ഇങ്ങോട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് തിരിച്ചു തരാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകുക. To work hard for you. നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, to fight for you, നിങ്ങൾക്ക് വേണ്ടി പൊരുതാൻ, to be part of your happiness, your joy, നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ, and of your sadness and your troubles, അതുപോലെ നിങ്ങളുടെ ദുഃഖത്തിന്റെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെയും ഭാഗമാകാൻ, and to walk with you on this journey of finding solutions for you and making a better future for your children. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാനുള്ള ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം നടക്കാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്കിപ്പോൾ തരിക. I will not let you down. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. So thank you for coming and listening to me. I know it's a little bit hot also today. നിങ്ങൾ വന്നതിനും എന്നെ കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എനിക്കറിയാം ഇന്ന് കുറച്ച് ചൂടുണ്ടെന്ന് അറിയാം. I love you all very much and I look forward to being your member of parliament for you. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ പാർലമെന്റിലെ ജനപ്രതിനിധിയാകുന്ന സാഹചര്യം ഞാൻ ഉറ്റുനോക്കുകയും ചെയ്യുകയാണ്. Thank you. നന്ദി.